ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ ദിവസം നമുക്ക് പുതിയ ബ്രസയുടെ ഫുൾ ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് വേരിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് വാല്യൂ ഫോണി വേരിയൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഏത് വേരിയൻ്റാണ് ബ്രസയിൽ ഏറ്റവും നല്ലത്, ഏതൊക്കെ വേരിയൻസിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത്, ഏതായിരിക്കും നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാൻ വെറുതെ കാണുന്ന നല്ലതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് എത്ര വേരിയൻസ് ഉണ്ടെന്ന് നോക്കാം. നോർമൽ അരീന ലൈനപ്പിൽ വരുന്ന വണ്ടികളുടെ സെയിം നെയിമിംഗ് സ്കീം തന്നെയാണ്. അതായത് LX ഉണ്ട്, VX ഉണ്ട്, ZX ഉണ്ട്, ZXi ഡ്യുവൽ ടോൺ ഉണ്ട്, പിന്നെ ZXi പ്ലസ് ഉണ്ട്, ZXi പ്ലസ് ഡ്യുവൽ ടോൺ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ വേരിയൻസ് വരുന്നത്. ഇനി ഓരോ വേരിയൻസിൽ ഏതൊക്കെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ ആണെങ്കിൽ LXi മുതൽ ZXi പ്ലസ് ഡ്യുവൽ ടോൺ വരെ എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട്. 1.5 NA ആണെങ്കിൽ അത് മാനുവൽ ബേസ് മോഡൽ, LXi മോഡൽ നമ്മുടെ ZXi ഡ്യുവൽ ടോൺ വരെ ഉള്ളൂ. ഇനി അതെല്ലാം ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് VXi മുതൽ ZXi പ്ലസ് ഡ്യുവൽ ടോൺ ഏറ്റവും ടോപ്പ് എൻഡ് വരെ കിട്ടുന്നുണ്ട്. CNG ആണെങ്കിൽ LXi മുതൽ നമുക്ക് ZXi ഡ്യുവൽ ടോൺ വരെയാണ് വരുന്നത്, ടോപ്പ് എൻഡിൽ ഇല്ല. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് വേരിയൻസ് വൈസ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള സംഭവം, അതായത് എഞ്ചിൻ ഓപ്ഷൻസ്. ഇനി ഓരോ വേരിയൻസിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ LXi, VXi, അതുപോലെ LXi ടർബോ, VXi ടർബോ തുടങ്ങിയ വേരിയൻസിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി ആ എഞ്ചിൻ ഓപ്ഷൻസ് വൈസ് ചെറിയ വ്യത്യാസം ഒരു ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. LXi 1.5 NA മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 6 എയർ ബാഗ്സ്, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആണ്. അതിന് പുറമെ നമുക്ക് കീലെസ് എൻട്രി എന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്ന റിമോട്ട് കീ ആണ്, മറ്റേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ല. പിന്നെ നമുക്ക് 4 പവർ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ഉണ്ട്, പക്ഷേ ഇലക്ട്രിക് ഫോൾഡിംഗ് ഇതിനകത്തൊന്നും കിട്ടുന്നില്ല. ബാക്കിൽ AC വെൻസ് ഉണ്ട്, ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മാനുവൽ ഡേ നൈറ്റ് IRVMs കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ LED ലൈറ്റ്സും കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ ഓട്ടോ AC ഒക്കെ നമുക്ക് ഈ ഒരു വേരിയൻ്റ് പോലെ കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ സ്റ്റീൽ വീൽസ് ആണ്, പക്ഷേ അതിൻ്റെ അകത്ത് അവർ വീൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. സോ കാണുമ്പം ഭയങ്കര ബേസിക് ആയിട്ട് തോന്നില്ല എന്ന് മാത്രം, ഒരു മിഡിൽ വേരിയൻ്റ് പോലെയൊക്കെ തോന്നുന്ന ലുക്കാണ്. അതുപോലെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സംഭവം ഹാലജൻ ആണ്, പക്ഷേ എന്നാലും പ്രൊജക്ടർ സെറ്റപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. സോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നോർമൽ റിഫ്ലക്ടർ ബേസ്ഡ് ഹാലജൻ ബൾബ് ആ ഒരു ലുക്ക് വരില്ല എന്ന് മാത്രം. പിന്നെ ബൈ ദ വേ വീൽസ് ബേസ് മോഡൽ മുതൽ 16 ഇഞ്ച് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. 215/60 R16 ആണ് ടയർ സൈസ്, അതായത് ടോപ്പ് എൻഡിൻ്റെ സെയിം ടയർ സൈസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അലോയ്സ് വേണമെങ്കിൽ ഒന്ന് സ്വാപ്പ് ഔട്ട് ചെയ്താൽ മതി. വലിയ കോസ്റ്റ് ആവില്ല, അലോയ്സിന് മാത്രം കോസ്റ്റ് ഉള്ളൂ, ടയർസ് സെയിം ആയിരിക്കും. ഇനി LXiയുടെ തന്നെ നമ്മൾ 1 ലിറ്റർ ടർബോ പെട്രോൾ, ആക്ച്വലി പ്രൈസ് കുറവ് 1 ലിറ്റർ ടർബോ പെട്രോളിനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളത്. എക്സൈസ് ഡ്യൂട്ടി കുറവാണ്, 40% ആണ് 1.5-ന്, പക്ഷേ 1 ലിറ്റർ ആണെങ്കിൽ 18% വരുന്നുള്ളൂ. സോ അത് പ്രൈസ് കുറവായിട്ട് ഇനിയും പ്രൈസ് അല്ലാതെ കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്ത്. ഇനി നമുക്ക് റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും, അതുപോലെ ഡ്രൈവർ സീറ്റ് ബെൽറ്റും, ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹൈറ്റും, അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് നമ്മുടെ LXi 1 ലിറ്റർ ടർബോയിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത്. ഈ ഓട്ടോമാറ്റിക് കേസ് ഞാൻ നേരത്തെ മറ്റേ പറഞ്ഞിരുന്നു, പക്ഷേ അത് 1.5-ലില്ല, 1 ലിറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ LXiയുടെ ഫീച്ചേഴ്സ്. ഇനി VXiയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 7 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആഡ് ആവും. ബേസ് മോഡൽ ഇൻഫോടൈം സിസ്റ്റം ഇല്ല. പിന്നെ 4 സ്പീക്കേഴ്സ്, അതുപോലെ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, അതൊക്കെയാണ് ആഡ് ആവുന്നത്. പിന്നെ സീറ്റ് ബാക്ക് പോക്കറ്റും ഹുക്കും അതൊക്കെ ആഡ് ആവുന്നതായിട്ട് പറയുന്നുണ്ട്. മെയിനായിട്ട് ഇൻഫോടൈം സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ മതി. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ, അതായത് എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ LXi to VXi പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ LXi എടുത്തിട്ട് 1 ലിറ്റർ ആണെങ്കിൽ അത്രയും നല്ലത്. അതിനകത്ത് LXi എടുത്ത് ജസ്റ്റ് ആ ഒരു സ്ക്രീനും അതുപോലെ നമ്മുടെ സ്പീക്കേഴ്സും മാത്രം വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പരിപാടി ഉള്ളത്. ഇനി അതല്ല 1 ലിറ്റർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. VXiയിൽ നമുക്ക് എല്ലാ സാധനവും ഉണ്ട്. ഡ്യുവൽ ടോൺ അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. നോർമൽ 1.5 ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് തന്നെയായിരിക്കും. പിന്നെ റിയർ ഡീഫോഗ്രം, അതുപോലെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVMസും റിയർ പാർക്കിംഗ് ക്യാമറയും VXi 1 ലിറ്റർ മോഡൽ ആഡ് ആയിട്ടുണ്ട്. അത് കൊള്ളാം. ഇനി പ്രൈസിംഗ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. LXi മോഡൽ നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ 7.4 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു. VXi 8.55 lakhs ആണ് മാക്സിമം പ്രൈസ്. അതായത് 1.15 lakhs പ്രൈസ് എക്സ്ഷോറൂമിൽ തന്നെ വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്ത് 1 ലിറ്റർ വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നതുകൊണ്ട് അത്യാവശ്യം പറയാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അതിലും കുറവ് പ്രൈസിൽ പുറത്തു നിന്നൊക്കെ ചെയ്തെടുത്ത് അലോയ് ഇട്ട് സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ LXi എടുത്തിട്ട്. പക്ഷേ ഇനി 1.5 എടുക്കുകയാണെങ്കിൽ നമുക്കത് ഏകദേശം 95,000 അടുത്താണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നിയില്ല, കാരണം 1 ലിറ്റർ ടു 1.5 തന്നെ 90,000 വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു എക്സൈസ് ഡ്യൂട്ടി ടാക്സ് അതിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ്. സപ്പോമീറ്റർ വണ്ടിയിലാണെങ്കിൽ 1.2 1200 cc താഴെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എക്സൈസ് ഡ്യൂട്ടി കുറഞ്ഞ് കിട്ടുള്ളൂ. പക്ഷേ 1.5 ലിറ്റർ നമ്മുടെ ഏകദേശം മറ്റേ 4.3 മീറ്റേഴ്സിനടുത്തുള്ള ടാക്സ് ആണ് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. പക്ഷേ എന്നാൽ പോലും 90,000 1 ലിറ്റർ ടു 1.5 കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് കുറവാണെങ്കിലും എക്സ്ട്രാ കൊടുക്കണം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് 95,000 എക്സ്ട്രാ നമുക്ക് ജസ്റ്റ് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും അതിന് വേണ്ടി മാത്രം കൊടുക്കണം എന്ന് പറയുന്നതും കുറച്ച് കഷ്ടമാണ്. പിന്നെ ഡിസിഷൻ നിങ്ങളുടെയാണ്. എനിക്ക് അത്ര വാല്യൂ ഫോണിയായിട്ട് തോന്നിയില്ല. ബേസ് മോഡൽ LXi തന്നെയായിരിക്കും ഈ കൂട്ടത്തിൽ വെച്ച് അത്യാവശ്യം ഏറ്റവും വാല്യൂ ഫോണി, അതും 1 ലിറ്റർ മോഡലിൻ്റെ.
ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ZXIയും ZXI പ്ലസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോ ZXIയിലേക്ക് വരുമ്പോഴേക്കും 1.5 ആണെങ്കിൽ നമുക്ക് PM2.5 എയർ ഫിൽറ്റർ ആഡ് ആവും. പക്ഷേ എയർ പ്യൂരിഫയർ അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്നില്ല. വയർലെസ് ചാർജർ വിത്ത് കൂളിംഗ് പാഡ് വരുന്നുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റ് സിംഗിൾ കളറാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ സിംഗിൾ പെയിൻ ഇലക്ട്രിക് സൺറൂഫ്, പ്രൊജക്ടർ, LED ഹെഡ് ലാംപ്സ്, LED DRLs, ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, 60/40 സ്പ്ലിറ്റ് സീറ്റ്സ്, അതുപോലെ നമ്മുടെ 4.2 ഇഞ്ച് സൈസ് വരുന്ന കളർ TFT ഡിസ്പ്ലേ. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കളർ ഡിസ്പ്ലേ ആയിരിക്കും. ബാക്കിയെല്ലാ താഴത്തെ വേരിയൻസിലും മോണോക്രോം ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒറ്റ കളർ വൈറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫുട്വെൽ ലൈറ്റിംഗ്, റിയർ ആംറസ്റ്റ്, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കിട്ടി തുടങ്ങുന്ന ഈ ZXI മോഡൽ മുതലാണ്. ഇനി നമ്മുടെ 1 ലിറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ അഗൈൻ പ്രൈസ് കുറവാണ്, പക്ഷേ ഫീച്ചേഴ്സ് ഒരുപാട് കൂടുതലാണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മുടെ മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, ക്രൂസ് കൺട്രോൾ, റിയർ വൈപ്പർ വാഷർ ഡിഫോർ ഇവിടെയാണ് തുടങ്ങുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. 2 ട്വീറ്റേഴ്സ്, അതായത് ടോട്ടൽ 6 സ്പീക്കേഴ്സിൻ്റെ സെറ്റ് ആയിരിക്കും ZXI 1 ലിറ്റർ മോഡലിനകത്ത് നമുക്ക് കിട്ടുന്നത്. അത് കൊള്ളാം. ഇനി ZXI പ്ലസ്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിന് വേരിയൻറ്റ്, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. കാരണം അതിൻ്റെ അകത്ത് തന്നെയാണ് ഡെഫിനറ്റ്ലി എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. അത് 1 ലിറ്റർ ആണെങ്കിലും 1.5 K15 ആണെങ്കിലും രണ്ടിലും ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. നമുക്ക് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ സെമി ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. 10.1 ഇഞ്ചസിന് ഇൻഫോർടൈം സിസ്റ്റം ഉണ്ട്. 64 കളേഴ്സിൻ്റെ MA ലൈറ്റ്സ് ഉണ്ട്. ഫ്രണ്ട് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ എയർ പ്യൂരിഫയർ വിത്ത് PM2.5 ഫിൽറ്റർ ഉണ്ട്. അതുപോലെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. ഫ്രണ്ടിൽ ആംറസ്റ്റ്, ഓട്ടോ ഡിമിംഗ് എയർ വ്യൂംസ്, അതുപോലെ ഡുവൽ ടോൺ നമ്മുടെ ഡയമണ്ട് കട്ട് 16 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്, അലോയ്സ്. പിന്നെ ഇലക്ട്രിക് ഫോൾഡിംഗ്, ഓട്ടോ ഫോൾഡിംഗ്, നമ്മൾ മറ്റേ അൺലോക്കും ലോക്കും ചെയ്യുമ്പോൾ മിറർ അതിനനുസരിച്ച് തന്നെ ക്ലോസും അൺലോക്കും ആയിക്കോളും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത്. അഗൈൻ നമുക്കറിയാം ടോപ്പിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇനി ZXIയിലേക്ക് നമ്മൾ VXI എക്സ്ട്രാ വരുമ്പോൾ ആൻഡ് ZXI പ്ലസിലേക്ക് പോകുമ്പോൾ പ്രൈസിന് ഡിഫറൻസും അതുപോലെ അതിലേതാണ് വാല്യൂ ഫോൺ എന്ന് നോക്കാം. ZXI മോഡൽ 1 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9.85 lakhs ആണ്. ആൻഡ് അത് നമ്മൾ VXI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. 1.3 lakhsന് അടുത്ത ഡിഫറൻസ് പോകുന്നുണ്ട്. പക്ഷേ ആ ഡിഫറൻസ് ആക്ച്വലി നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. കാരണം നമുക്ക് സൺറൂഫും ഈ പറയുന്ന സാധനങ്ങളൊന്നും എക്സ്ട്രാ പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ തന്നെ കാര്യം ചെയ്യാൻ പോകുന്നില്ല. ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ അത് അത്രത്തോളം ഫോൾ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലീക്ക് പ്രൂഫാണോ നമുക്കറിയില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചറൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ZXI വേരിയൻറ്റ്. ഇനി അതല്ല നമ്മൾ 1.5ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ZXI മോഡൽ 10.49 lakhs അല്ലെ 10.5 lakhs എന്ന് പറയും. അതാണ് പ്രൈസ് വരുന്നത്. VXI ആയിട്ട് ZXI കമ്പയർ ചെയ്യുമ്പോൾ എഗെയിൻ 1.25 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 1 ലിറ്റർ എടുക്കാനേ ഞാൻ പറയുള്ളൂ. ആക്ച്വലി ടോപ്പ് എൻഡ് അല്ലാതെ ബാക്കി ഏത് വേരിയൻ്റ് എടുക്കുകയാണ് ഓർ ഈവൻ ഓട്ടോമാറ്റിക് എടുക്കാനാണെങ്കിലും അത് മാത്രമാണ് നമ്മളപ്പോൾ 1.5ലേക്ക് പോകേണ്ടത്. മാനുവലാണ് എടുക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ 1 ലിറ്റർ മോഡലിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. 12 seconds ആണ് 0 to 100 ക്ലെയിംഡ് ടൈം വരുന്നത്. ഇനി അതൊന്നും പോരാ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടും. മറ്റത് എഞ്ചിനാണ്, കുറച്ചുകൂടി ലോ ആൻഡ് പവർ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഓൺ പേപ്പർ പവർ ഫിഗേഴ്സ് കൂടുതൽ വരുന്നത് നമ്മുടെ 1 ലിറ്റർ ടർബോ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാനുവൽ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും കുറഞ്ഞ പ്രൈസിലും കിട്ടുന്നത് 1 ലിറ്റർ ആയിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ CNG ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന VXI അതിനകത്തൊക്കെയാണ്. നിങ്ങൾക്ക് പ്രൈസ് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അത് പിന്നെ എക്സ്ട്രാ പറയുന്നില്ല. അണ്ടർ ബോഡി CNG ആണ്, നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇനി ZXI പ്ലസ് എടുക്കുകയാണെങ്കിലും അവിടെ നമുക്ക് അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. 1.3 lakhsന് അടുത്ത് തന്നെയാണ് 1 ലിറ്റർ മോഡൽ പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. 1.5 ആണെങ്കിൽ നമുക്ക് മാനുവൽ മോഡൽ ZXI പ്ലസ് കിട്ടുന്നില്ല. ഓട്ടോമാറ്റിക് ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്യുന്നത് ആക്ച്വലി കറക്റ്റ് അല്ല. കാരണം 1 ലിറ്റർ മാനുവലാണ്, മറ്റേ ഓട്ടോമാറ്റിക് ആണ്. ഇനി 13.55 lakhs 13.7 lakhs ആണ് ഡ്യുവൽ ടോണിൻ്റെ പ്രൈസ് വരുന്നത്. ഡ്യുവൽ ടോണിൻ്റെ പ്രൈസിനോട് കമ്പാരിസൺ എടുക്കുന്നില്ല. കാരണം അത് ഓരോരുത്തരുടെ കളറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ഇനി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് ആക്ച്വലി നമ്മൾ ബാക്കിയുള്ള വണ്ടികളുടെ പ്രൈസ് വെച്ചാണ് ഇതിന് ടോപ്പ് എൻഡ് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ വെന്യൂ ആയിക്കോട്ടെ, നെക്സോൺ ആയിക്കോട്ടെ, സിറോസ്, സോണറ്റ് തുടങ്ങി ഏത് വണ്ടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം എക്സ്ഷോറൂം പ്രൈസ് ടോപ്പിന് ഏകദേശം ഒരു 15 to 16 lakhsൻ്റെ ഇടയിലാണ് വരുന്നത്. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി വലിയ കുഴപ്പമില്ല. കാരണം 2 to 3 ലക്ഷം രൂപയുടെ അടുത്ത് വരെ കുറവാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മൾ മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത്യാവശ്യം ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വലിയ മറ്റേ പാനോറാമിക് സെൻട്രൂഫ് ഒഴികെ ഞാൻ നോക്കിയിട്ടൊട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫീച്ചേഴ്സ് കുറവാണ് എന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നെങ്കിൽ 1.5 എടുക്കണം എന്ന് മാത്രം. അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഓട്ടോമാറ്റിക് ഇത്തിരി സ്ലോ ആണെന്നുള്ളൂ. മറ്റേനകത്തൊക്കെ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ അതൊക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്. DCT ട്രാൻസ്മിഷനൊക്കെ കിട്ടുന്നുണ്ട്. അത്രയൊന്നും ഭയങ്കര ഒരു സ്പോർട്ടി ആയിട്ടുള്ള ക്യാരക്ടറുള്ള വണ്ടിയല്ല. ജസ്റ്റ് ഒരു ഫാമിലി SUV പോലെ എടുക്കാനാണെങ്കിൽ ഈ കുറഞ്ഞ പ്രൈസിൽ വണ്ടി ആക്ച്വലി അത്യാവശ്യം നല്ലതാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ വേരിയൻസ്, ഫീച്ചേഴ്സ്, ഈ പ്രൈസിങ്ങിനെ പറ്റിയൊക്കെ പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.